ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വീണ്ടും ഒരു അറസ്റ്റ്. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു ആണ് ഇപ്പോൾ അറസ്റ്റിലായത്. കേസിൽ 7ാം പ്രതിയാണ് KS ബൈജു. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി ടെലിഫോണിൽ. ഷബീദ്, വിശദാംശങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറസ്റ്റ് കൂടി, ഒരു ഉദ്യോഗസ്ഥ അറസ്റ്റ് കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. KS ബൈജു, അതായത് മുൻ തിരുവാഭരണ കമ്മീഷണർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ തിരുവാഭരണ കമ്മീഷണറെ അല്പസമയം മുൻപ് SIT അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അദ്ദേഹത്തെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഈഞ്ചക്കിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് SITയുടെ നീക്കം. ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ലോഹപാളികൾ സ്പോൺസർക്ക് 2019 ഇളക്കി കൊടുക്കുന്ന സമയം ഈ സ്ഥലത്തെത്തി മേൽനോട്ടം വഹിക്കാതിരിക്കുകയും തിരുവാഭരണം കമ്മീഷണർ ഓഫീസ് വിത്തിനെയോ മറ്റാരെയും നിയോഗിക്കാതെ ഇരിക്കുകയും ചെയ്ത് ചുമതലയിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് KS ബൈജുവിനെതിരെയുള്ള പ്രധാനപ്പെട്ട ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതേ കണ്ടെത്തൽ തന്നെ SITയും നടത്തിയിരുന്നു എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചത് ഈ N വാസുവിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിനേക്കാൾ അപ്രതീക്ഷിതമായി കേസിലെ ദ്വാരപാലക ശില്പങ്ങൾ, അതിലെ പാളികൾ അടർത്തിയ കേസിലെ 7ാം പ്രതിയായിട്ടുള്ള KS ബൈജുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് SIT വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. അതായത് ഈ ഉദ്യോഗസ്ഥതല ഗൂഢാലോചനയിൽ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ആ വിവരങ്ങൾ ഹൈക്കോടതിയിലടക്കം റിപ്പോർട്ടായി നൽകിയ ശേഷം അവർ നടത്തുന്ന ആദ്യ നീക്കം അത് KS ബൈജുവിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതും സുപ്രധാനമായ ഒരു കാര്യമായി മാറുന്നുണ്ട്. ഏതായാലും SITയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഉദ്യോഗസ്ഥല കോൺസ്പിറസി എന്നുള്ള കാര്യത്തിലേക്ക് നിൽക്കുകയാണ് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഈ KS ബൈജു ഈ 2019 കാലത്ത് തിരുവാഭരണം കമ്മീഷണർ ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ നേരത്തെ ഇക്കാര്യത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം, ഈ 2019 സ്വർണ്ണപ്പാളികൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇളക്കി കൊടുക്കുന്ന സമയം സ്ഥലത്തെത്തി മേൽനോട്ടം വഹിച്ചില്ല. അതൊരു ഗുരുതര വീഴ്ചയായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ SITയും സമാനമായി ഇതൊരു കോൺസ്പിറസി സ്വഭാവത്തിൽ പ്രവർത്തിച്ചതാണ് എന്നുള്ള കണ്ടെത്തൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ തിരുവാഭരണം കമ്മീഷണർ എന്ന നിലയിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടൽ ദുരൂഹതയുണ്ട് എന്നുള്ള സംശയം SITക്ക് തോന്നിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് SIT കടക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ കൈമാറുന്ന സമയത്ത് ദേവസ്വം സ്മിത്തിനെയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ ചുമതലപ്പെടുത്തുന്നതിൽ KS ബൈജുവിന് ചില വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള ഒരു കണ്ടെത്തൽ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇങ്ങനെ കൂടി ഒരു കാര്യം ഉണ്ടായിരുന്നത് എന്നുള്ളതും നമുക്കൊരു കാര്യമായി പറയാം. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. നമുക്കറിയാം മുരാരി ബാബു, അതിന് പിന്നാലെ സുധീഷ് കുമാർ, ഇവരുടെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അങ്ങനെ 4ാമത്തെ അറസ്റ്റ് എന്ന് പറയുമ്പോൾ പോലും ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത പ്രധാനികളെ അറസ്റ്റ് ചെയ്തുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ജയശ്രീ, അതായത് ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടന്നെങ്കിലും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് അന്വേഷണ സംഘം അതിൽ നിന്ന് മാറിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ KS ബൈജുവിനെ, കേസിലെ 7ാം പ്രതിയായിട്ടുള്ള KS ബൈജുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം കോടതി തന്നെ നിരീക്ഷിച്ച, അതായത് ഹൈക്കോടതി നിരീക്ഷിച്ച കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. പ്രത്യേകിച്ച് 2019 2025 ദേവസ്വം ബോർഡ്, ദേവസ്വം ഉദ്യോഗസ്ഥർ ഇവർ നടത്തിയിട്ടുള്ള ഗൂഢാലോചന വിവരങ്ങൾ കണ്ടെത്തണമെന്നാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അറസ്റ്റിലേക്ക് കടക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് KS ബൈജുവിനെയും കൊണ്ടുവരും. വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് 2019 തിരുവാഭരണം കമ്മീഷണർക്ക് ചുമതലയുണ്ടായിരുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറി, മാത്രവുമല്ല മനഃപൂർവ്വം ചില കാര്യങ്ങളിൽ വീഴ്ച വരുത്തി എന്നൊക്കെയുള്ള കണ്ടെത്തൽ SIT നടത്തി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.